അത്താൻ കഴിക്കൽ സുന്നത്തുണ്ട്. തസഹറു ഫഇന്ന ബിസ്സുഹൂരി ബർക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പിന് നിങ്ങൾ അത്താഴം കഴിക്കണം. അത്താഴം കഴിക്കുന്നതിൽ വലിയ ബർക്കത്തുണ്ട്. അത്താഴം കഴിക്കുന്നതിൽ വലിയ ഒരു സുന്നത്ത് വേറുണ്ട്. എന്ത് സുന്നത്താണ്? വളരെ ശക്തമായ സുന്നത്താണ് അത്താഴം കഴിക്കൽ. ചെറിയ സുന്നത്തൊന്നുമല്ല. ആ സുന്നത്തിന് ഫർളിന്റെ പ്രതിഫലമാണ്. റമദാനിലെ അള്ളാഹുവിന്റെ ഓഫറാണ്. ഒരു സുന്നത്ത് ഒരാൾ പ്രവർത്തിച്ചാൽ അതിനൊരു ഫർളിന്റെ പ്രതിഫലമാണ്. സുന്നത്തിന്റെ ഫർളിന്റെ പ്രതിഫലത്തിന്റെ വ്യത്യാസം എങ്ങനെയാണ്? നല്ലൊരു വലിയ വണ്ടി, ഒരു ലോറി നിറയെ അതിന്റെ പുറത്തേക്കൊക്കെ ഇങ്ങനെ വടി വെച്ചിട്ട്, വലിയ ലോറിയാണ്, വൈക്കോല് കൊണ്ടുപോകുന്നുണ്ട്. ഉള്ളിലുള്ളതിനേക്കാൾ കൂടുതൽ പുറത്തുണ്ടാവും. അത്ര ഏത് കയറ്റത്തിനും കയറി അങ്ങനെ പോവും ആള്. എന്തേ? കനം കുറവാ, സാധനം കുറെ ഉണ്ട് എന്നേ ഉള്ളൂ. അതേ സമയത്ത് വേറെ ലോറിയുണ്ട് അതിന്റെ പിന്നില്, അതിന്റെ ഉള്ളിൽ കുറഞ്ഞ സാധനമേ ഉള്ളൂ. പക്ഷെ മൂളിയാ കയറ്റം കയറുന്നത്, ഇരുമ്പാ, കുറഞ്ഞതുണ്ടാകുന്നത് വലിയ കനമാണ്. ഇതുപോലെയാണ് ഫർളിന്റെയും സുന്നത്തിന്റെയും പ്രതിഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. യജമാനനായ റബ്ബ് ഈ മാസത്തിൽ നമുക്ക് തന്ന ഓഫറാണ്. ഒരു സുന്നത്തൊരുത്തൻ നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു ഫർളിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. റമദാനിന്റെ പ്രത്യേകത, വാത്സല്യം കൊണ്ട് റബ്ബ് നൽകുന്ന ഓഫറാണിത്. കഴിഞ്ഞില്ല, ഒരു ഫർള് ചെയ്താലോ 70 ഫർളിന്റെ പ്രതിഫലം. ഒരു ളുഹർ നിസ്കരിച്ചാൽ 70 ഫർള് നിസ്കരിച്ച പ്രതിഫലം. ഒരു ഫർള് നിസ്കരിച്ചു, അതങ്ങോട്ട് പോകുന്നില്ല, പ്രതിഫലമാണ് ആ പറയുന്നത്. അങ്ങനെ തസഹറു. ഒരുത്തനോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ അത്താഴൊന്നും കഴിക്കലില്ല. വലിയ പോലീസ് പറയും, ഞാൻ അത്താഴൊന്നും കഴിക്കില്ല. ഇപ്പം വലിയ നോമ്പുകാരനാണെന്ന് വരുത്താനാണ് ഇപ്പം പറഞ്ഞത്. ഞാൻ ആ ഇശക്ക് എന്നെ തറാവി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഉച്ചക്ക് എടുത്താ നീയത്ത് വെച്ചിട്ട് പിന്നെ അത്താഴൊന്നും കഴിക്കലില്ല. എന്നാ മോനെ നീ അത്താൻ കഴിക്കണം കേട്ടോ എന്നറാം. അങ്ങനെ പറഞ്ഞവരോട് തിരിച്ചു പറയേണ്ട, അത്താൻ കഴിക്കണം. എന്തിനാ വെറുതെ ആ സുന്നത്ത് ഫർളിന്റെ കൂലിയുള്ള സുന്നത്ത് നഷ്ടപ്പെടുത്തുന്നത്? എണീക്കണം, അത്താഴം കഴിക്കണം. എന്ത് കഴിച്ചാലും വേണ്ടില്ല, അത്താഴം എന്നുള്ള രൂപത്തിൽ. സഹൂർ എന്ന് പറഞ്ഞാൽ ഫഇന്ന ബിസ്സുഹൂരി ബർക. അത്താഴം കഴിക്കുന്നതിൽ വലിയ ബർക്കത്തുണ്ട്. വേറെ അത് മറ്റൊരു പ്രതിഫലമാണ്. എന്താണ് ആ ബർക്കത്ത്? നേരം വെളുത്തതിൻ്റെ ശേഷം ഒന്നും കഴിച്ചോ? ഒന്നും കഴിച്ചില്ലല്ലോ. അതേ സ്ഥലത്ത് റമദാൻ അല്ല എങ്കിൽ സുബൈക്ക് എണീറ്റ ഇവിടെ തന്നെ പള്ളി പോണേൻ്റെ മുന്നേ ഒരു കട്ട ചായ കിട്ടേണ്ടി വരും അല്ലേ? നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് പഴം പുഴുങ്ങിയതും കോഴിമുട്ട പുഴുങ്ങിയതും ചായയും കിട്ടേണ്ടി വരും. അതങ്ങ് കുറച്ച് കഴിയുമ്പോഴത്തിന് നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എല്ലാ ചായ ആയില്ലേന്നാ ചോദിക്കുക അല്ലേ? പിന്നെ നാസ്ത കഴിച്ച് പുറത്തൊക്കെ ഒന്ന് പറമ്പിലൊക്കെ ഒന്ന് നോക്കി വരുമ്പോഴേക്ക് കഞ്ഞി വേറെ കുടിച്ചു. ളുഹർ 12:30 ആണെങ്കിലോ 12 നിസ്കാരം കയ്യിലാണ് നമ്മളെ ഭക്ഷണത്തിന്റെ കണക്ക്. എന്തേ ആകാതിരുന്നത് എന്നാ പറയല് ചോദിക്കുക. പക്ഷെ ആ ചോദ്യം ഒന്നും ഇപ്പം വരുന്നില്ല. അതേ ശരീരം തന്നെ ഇപ്പോഴുള്ളത്, അതേ ആത്മാവ് തന്നെയാണ് ഇപ്പോഴുള്ളത്. എന്തേ? അത് മാനസികമായ ഒരു മാറ്റം. റമദാനിൽ അല്ലാഹു തആല പ്രകൃതിയെ തന്നെ മാറ്റിക്കളയുമെന്നാണ്. എന്തേ? അതാ റമദാൻ. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പ്രകൃതിയാകെ മാറും. റമദാനും കേട്ട് മാസം അത് മാനത്തുദിക്കലോടുകൂടെ മാറും. പ്രകൃതി, മനുഷ്യന് മാറും, മനസ്സ് മാറും. അത് അനുഭവിക്കണം നമ്മൾ. ഇതാ ആസ്വാദനം എന്ന് പറഞ്ഞത്. റമദാൻ ആസ്വാദനമാണ്. ഇലാഹിയായ ദൈവത്തിന്റെ, പടച്ചതമ്പുരാന്റെ ആ കരുണയുടെ, വാത്സല്യത്തിന്റെ, കൃപയുടെ, അനുഗ്രഹത്തിന്റെ പേമാരി പെയ്യുന്നത് പോലെയാണ് അനുഗ്രഹം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാൻ അബ്വാബുസ് സമാ ഇദാ ജാഅ റമദാൻ. റമദാൻ ആഗതമായാൽ ഫുത്തിഹത്ത് അബ്വാബുസ് സമാ, ആകാശലോകം, വാനലോകത്തിന്റെ കവാടങ്ങൾ മുഴുവനും അവന്റെ അടിമകളെ കൊള്ളെ മലർക്കെ തുറക്കപ്പെടും. വാനലോകത്തിന്റെ കവാടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹങ്ങളുടെ കവാടങ്ങളാണ്. ഇന്നലില്ലാഹി മിഅത റഹ്മ അൻസല മിൻഹാ റഹ്മതൻ വാഹിദ വഅഖറ മിൻഹാ 99 റഹ്മ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂൽ പറയാണ്, അള്ളാഹിന്റെ അടുക്കൽ 100 കേദാരങ്ങളുണ്ട്, ഖജനാവുകൾ. എന്തിന്റെ ഖജനാവുകൾ? അനുഗ്രഹങ്ങളുടെ ഖജനാവുകളാണ്.
അതിൽ നിന്ന് അൻസല മിൻഹാ റഹ്മത്തൻ വാഹിദ, ഒരു ഖജനാവിൻ്റെ കവാടമാണ് ഈ ഭൂമിലോകം ആദം നബി മുതൽക്ക് ലോകാന്ത്യം വരെ വരുന്ന സർവ്വ മനുഷ്യരെ കൊള്ളയും അല്ലാഹ് തുറന്നിട്ടിരിക്കുന്നത് ഒരൊറ്റ കവാടമാണ്, ഒരു ഖജനാവാണ്. മനുഷ്യരല്ല, ജിന്നുകളല്ല, ഭൂതവർഗം മാത്രല്ല, സർവചരാചരങ്ങളെയും സർവ സൃഷ്ടികളെ കൊള്ളയും വലിയ വലിയ നമ്മ കാണുമ്പോ ചിഹ്നം വിളിച്ച് പാഞ്ഞു വരുന്ന കാട്ടാനയുണ്ട്. ആ കാട്ടാന പ്രസവിക്കാൻ സമയത്ത് നിലങ്ങനെ ചതച്ച് കാലുകൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി ചതച്ച് ചതുപ്പാക്കി മാറ്റും. എന്തിന്? നമ്മ കാണുമ്പോ കടിച്ചു കീറാൻ വേണ്ടി ചിഹ്നം വിളിച്ചു വരുന്ന ഈ ക്രൂരനായ കാട്ടാന പ്രസവിക്കുന്ന കുഞ്ഞിനോട് അത് വലിയ റഹ്മത്താണ്, കാരുണ്യം കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ കുഞ്ഞ് പ്രസവിക്കുമ്പോ ഈ കുഞ്ഞിന് എന്ത് ചെയ്യണ്ട? അതിന് ഈ കല്ലും മുള്ളൊന്നും കുത്തണ്ട, ചതച്ച് ചതുപ്പാക്കി കളയുമെന്ന്. ആഞ്ഞു കൊത്താൻ വരുന്ന മൂർഖമ്പാമ്പിനെ കണ്ടിട്ടില്ലേ? പക്ഷേ അതിനുകൊണ്ട് അങ്ങനെ അതിൻ്റെ കുഞ്ഞുങ്ങളോട് വല്ലാത്ത സ്നേഹം, കാരുണ്യം. നമ്മെ വിഴുങ്ങാൻ വേണ്ടി വരുന്ന പുലി, സിംഹം, അതിൻ്റെ കുഞ്ഞുങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹമൊക്കെ ആര് നൽകുന്നതാണ്? ഈ ഒരൊറ്റ റഹ്മത്തിന്റെ കവാടത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ വഅഖറ മിൻഹാ 99 റഹ്മ, ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് 99 അനുഗ്രഹങ്ങളുടെ ഖജനാവുകൾ. അത് ആർക്കുള്ളതാണ്? അത് നമുക്കുള്ളതാണ്, അത് വിശ്വാസികൾക്കുള്ളതാണ്, അള്ളാഹുവിന്റെ മെഹബൂബുകൾക്കുള്ളതാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. അത് സ്നേഹജനങ്ങൾക്ക്. അതാണ് യാ അയ്യുഹല്ലദീന ആമനു, ഓ സ്നേഹജനങ്ങളെ, ഓ ഇഷ്ടജനങ്ങളെ. ആ സ്നേഹം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു മാറ്റിവെച്ചതാണ്. അത് പേമാരി പെയ്യുന്നത് പോലെ ഫുതിഹത് അബ്വാബുസ് സമാ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ 10 അത് പ്രത്യേകം കുത്തി ഒലിച്ചൊഴുകുന്ന. റമദാൻ മുഴുവനും റഹ്മത്തുണ്ട്, പക്ഷേ അത് കുത്തി ഒലിച്ചൊഴുകുന്ന ദിനരാത്രങ്ങളാണ് റമദാനിന്റെ ആദ്യത്തെ 10 അവ്വലുഹു റഹ്മ. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. നേരത്തെ പറഞ്ഞ പോലെ നിസ്കാരത്തിന്റെ ശേഷം മാത്രമല്ല, എപ്പോഴും പറഞ്ഞോ. ഈ 10 ഏത് നിമിഷവും പറഞ്ഞോ. അല്ലാഹു റഹ്മത്ത് വേണോ ചോദിച്ചിരിക്കാൻ, ചോദിച്ചു വാങ്ങണം. യജമാനനായ റബ്ബിനോട്, തൻ്റെ ഇഷ്ടവാചനത്തിനോട് അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ മനസ്സിന്റെ കവാടം തുറന്ന്, ഹൃദയം തുറന്ന് ചോദിക്കണം. അപ്പൊ അനുഭവിക്കാ റഹ്മത്ത്, അനുഭവിക്കും. അങ്ങനെ അനുഭവിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പാതിരാവിലെ എണീറ്റ് അത്താഴം കഴിഞ്ഞ് വുളുവൊക്കെ ചെയ്ത് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചോ, സുജൂദിൽ കിടന്ന് പറഞ്ഞോ. ആരോട്? സൃഷ്ടാവിനോട്, തൻ്റെ യജമാനനോട്, തൻ്റെ മെഹബൂബിനോട്. നമ്മളല്ല, അങ്ങേയറ്റം സ്നേഹിക്കുന്ന, നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന നമ്മുടെ മെഹബൂബിനോട് അല്ലാഹുവേ എന്ന് പറഞ്ഞ് കൽബ് തുറന്നു വെച്ച് അപ്പൊ ചോദിക്കണം. ചോദിച്ചാൽ കിട്ടാതിരിക്കില്ല, അനുഭവം ഉണ്ടാവും, അനുഭവിക്കും. അപ്പോ മാധുര്യം ഉണ്ടാവും. ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അത് കൽബ് നിറയെ കുടിക്കാൻ കഴിയും. അതിനുള്ള മാസമാണ് വിശുദ്ധ റമദാൻ. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വെള്ളം കുടിക്കുന്നില്ല, ഒരാളെയും ഭയന്നിട്ടല്ല. യജമാനനായ റബ്ബിനോട് മാനസികമായിട്ടുള്ള ഒരു പ്രതിജ്ഞ. അത്താഴം കഴിക്കുന്ന സമയത്ത് നമ്മളൊന്നെടുത്തൊരു നിയ്യത്ത്. അത്താഴം കഴിക്കുമ്പോൾ നല്ല മഗ്രിബ് മുതൽക്ക് ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നതിൻ്റെ ഉള്ളിലായിട്ട് ആ പ്രതിജ്ഞ എടുക്കണം. അതെന്തിനാണ്? അത് മാനസികമായൊരു തയ്യാറെടുപ്പ് വേണം. അൽ ഉമൂർ ബി മഖാസിദിഹ എന്നാണ്. അത് ഇസ്ലാമിൻ്റെ ഒരു പൊതു നിയമമാണ്. അൽ ഉമൂർ ബി മഖാസിദിഹ. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് നമ്മുടെ ഉദ്ദേശ്യം എന്താണോ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ സ്വീകാര്യതയുണ്ടാവും. അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. മഗ്രിബ് മുതൽക്ക് ചെയ്യാമാ നിയ്യത്ത്, ഫജ്റിന്റെ ഉള്ളിലായിട്ട് നിയ്യത്ത് ചെയ്യാം. ഒരാള് 10 മണിക്ക് വനിതാ ക്ലാസ് ഉണ്ടായി, ബെഞ്ചൊക്കെ പിടിച്ചിട്ടു, മൈക്കൊക്കെ ശരിയാക്കി, പിന്നെ അവനെ കാണുന്നില്ല. വനിതാ ക്ലാസ് ആണെങ്കിലും സംഘാടകർ 2-3 ആൾ നമ്മളെടുത്ത് വേണമല്ലോ. കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു എവിടെയായിരുന്നു? അത് ഉസ്താദെ, ഞാൻ ഇന്നലെ നിയ്യത്ത് മറന്നുപോയി.
നീയത്ത് നീയത്ത് മറന്നതിനെന്ത്? അല്ല, അപ്പൊ കുറച്ച് കഞ്ഞി എടുക്കാൻ പോയതാണ്. ഇല്ല, പാടില്ല. നീയത്ത് അഥവാ മറന്നു പോയാൽ തന്നെ ഇംസാക്ക് യജ്ബുൽ ഇംസാക്ക്, അസ്തമനം വരെ നോമ്പുകാരനെ പോലെ നോമ്പുകാരൻ എന്തെല്ലാം ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട് അത് മുഴുവൻ പാലിക്കണം. ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഹറാമാ, കുറ്റമാണ്, ഹറാമാണ്. മറന്നുപോയതല്ലേ, ഇല്ല പറ്റില്ല. എന്നാലോ നോമ്പറ്റോന് കിട്ടിയോ? ആ നോമ്പ് ഖളാ വീട്ടണം. അത് കുറച്ച് ഓവറല്ല ഉസ്താദ്. നിയമം പറയുമ്പോൾ അതിനെ ഞാൻ പറയും, നിയമം എന്ന് പറയുന്നത് എന്തിനുള്ളതല്ല. നേരത്തെ പറഞ്ഞ സിഗ്നലിന്റെ നിയമം പോലെ അല്ലത്, സൃഷ്ടാവിന്റെ കൽപ്പന. അതാണ് തൊട്ടടുത്ത ആയത്തില് ആ ആയത്തില് പരിശുദ്ധ ഖുർആനിൽ ഈ നിയമങ്ങളൊക്കെ പറഞ്ഞതിന്റെ ഇടയിൽ കൂടെ ഉള്ളൊരു ആയത്ത് അവിടെ തിരികെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഭാഷയിലാണ് തിരികെ കൊടുത്തതെന്ന് പറഞ്ഞു കേട്ടോ, നമുക്ക് പെട്ടെന്ന് തിരിയാൻ വേണ്ടി. നോമ്പുമായിട്ട് ബന്ധപ്പെടാത്ത വേറൊരായത്തിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. നിയമം ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയിൽ അത് ഓതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കണത്. അവിടെ പറയുന്നുണ്ട് ലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ. നിങ്ങൾ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും കാര്യം പോരാ. നോമ്പ് നടത്തിയോളൂ, ഏതെങ്കിലും നിയമം അല്ല പറഞ്ഞ ഏതെങ്കിലും നിയമം എന്ന് പറഞ്ഞോളൂ, ഏതെങ്കിലും രൂപത്തിൽ വീട്ടിലേക്ക് മതിലെടുത്ത് ചാടിയിട്ട് വരാം, പിൻവാതിലൂടെ കയറാം. ഇല്ല, ലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ അല്ല. പിന്നെ വലാകിന്നൽ ബിർറ മനിത്തഖാ വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. അല്ല എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ ചെയ്യലാണ് മതം എന്ന് പറയുന്നത്. അതാണ് തഖ്വ, അതാണ് സ്നേഹം. അല്ല എങ്ങനെ പറഞ്ഞോ അല്ല ചെയ്തു എന്ന് വരുത്തി തീർക്കുകയല്ല. ഇന്നത്തെ ഏറ്റവും വലിയ അപകടം മുഅ്മിനീങ്ങളാ നമ്മളൊക്കെ തന്നെ ചെയ്തു എന്നുള്ള വരുത്തി തീർക്കാണ്. അത് അതിൻ്റെതായ മട്ടത്തിൽ ഇങ്ങനെയൊക്കെയാണ് മസ്തരാരും. അതൊക്കെ പാടപ്പം ചെയ്യാൻ കഴിയുമോ ഉസ്താദേ? ഞാനാണ് ചെയ്യുക, എന്നിട്ട് അത് നമ്മൾ ഒപ്പിച്ചു കൊടുത്തോളണം. നമ്മളെ ഹവൻ നഫ്സി നമ്മളാണ് ചെയ്യും. അങ്ങനെ പറയണം പെൺകുട്ടിയുടെ രക്ഷിതാവ്. അപ്പൊ വരൻ കബിൽ തുനിക്കാഹ എന്ന്, രണ്ട് സാക്ഷികളും വേണം. ആ രണ്ട് സാക്ഷികൾ നേരെ ഈ രണ്ടാള് പറയുന്നതും വായിൽ ഇങ്ങനെ നോക്കിയിട്ട് വീഴുന്നത് കാണണം. കേട്ടാ മാത്രം പോരാ, കാണും വേണം. അങ്ങനെയാണ് നിക്കാഹ് ശരിയാവുള്ളൂ. അപ്പൊ അതെന്താ ഉസ്താദേ, എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ വയ്യ, ഞാനൊരു ഫോണിലൂടെ ഒരു നിക്കാഹാണ് ചെയ്യാം, സംഗതി പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ ഒരു വീഡിയോ കോൺഫറൻസ് വെച്ചിട്ട് അത് ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഫോട്ടോ കാണുന്നത്. കുറെ വിഷയങ്ങൾ അതിലുണ്ട്, ഞാൻ ആ മസല പറയാൻ പറഞ്ഞതല്ല. അപ്പൊ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് അതൊന്നും ഇപ്പൊ നോക്കിയാൽ പറ്റില്ല. അത് നമ്മുടെ ഹവക്കനുസരിച്ച് നമ്മുടെ അഭീഷ്ടത്തിനനുസരിച്ച് മതത്തെ ഇങ്ങോട്ട് വളച്ചു കൊണ്ടുവരാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് എന്തിനാ നമ്മൾ പട്ടിണി എടുക്കുന്നത്? ഒരാവശ്യമില്ല അതില്. എപ്പോഴതിൽ ആവശ്യം വരുന്നത്? ഒരു മഹബത്ത് എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രതീകമാണ് നോമ്പ്. ഭക്ഷണം കഴിക്കല്ലേ എന്ന് പറഞ്ഞ് എന്തിന് മഹബത്ത് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ. ഭക്ഷണം കഴിക്കല്ലേ എന്ന് അതാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ആ മഹബത്തിന് പിന്നെ ഭക്ഷണം കഴിക്കരുത്. അതുപോലെ തന്നെ നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ട്, അയാൾ ഇങ്ങോട്ടും സ്നേഹിക്കേണ്ട. സ്നേഹം വൺ സൈഡാവോ? ഇല്ല. മഹബത്ത് അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ രണ്ട് സൈഡൊന്നും വേണം. അപ്പൊ ഒരുത്തൻ എന്ത് ചെയ്തു? ഒരു സ്ത്രീയെ വല്ലാതെ സ്നേഹിക്കുന്നു, അവൾ ഇങ്ങോട്ട് സ്നേഹിച്ചു കിട്ടണം. അതിനെന്ത് ചെയ്യും? അവൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചിട്ട് അതെങ്ങനെ ചെയ്യും. അതിവൻ അറിയില്ലെങ്കിൽ അവളെ അറിയുന്നവരുമായി ബന്ധപ്പെട്ടവരോട് ചോദിക്കും. ഇതാണിപ്പോ മസല വയ്ക്കുക എന്ന് പറഞ്ഞത്. അറിയുന്നവരോട് ചോദിക്കും അവൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത്. അവൾക്ക് ഐഫോൺ വേണമല്ലോ, അപ്പൊ ഐഫോൺ വാങ്ങി കൊടുത്തു. അതിന് 25,000 അല്ലേ അല്ലെങ്കിൽ 1,00,000 അല്ലേ? ആ ചോദ്യം അവിടെ. എനിക്കങ്ങനെ ഓളെ സ്നേഹം കിട്ടണം, നിങ്ങൾ വാങ്ങിക്കോ, അല്ലെങ്കിൽ വാങ്ങണ്ട, ആരെപ്പനോട് വാങ്ങാൻ പറഞ്ഞു. അതേ അതിന്റെ ഉത്തരവുള്ളൂ. എന്നതുപോലെ സൃഷ്ടാവ് ആ പെണ്ണിന് ഇഷ്ടമില്ലാത്തവൻ ചെയ്യോ? ഇന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമില്ലാത്തതാണ് എന്ന് മുമ്പ് മനസ്സിലാക്കും. അപ്പൊ ഏതൊക്കെയാണ് അവൾക്ക് ഇഷ്ടമുള്ളത് അത് മനസ്സിലാക്കും, ഏതൊക്കെയാണ് ഇഷ്ടമില്ലാത്തത് പഠിച്ചു മനസ്സിലാക്കും. ഇതാണ് ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അള്ളാഹുവിനെ ഇഷ്ടം വെക്കണം എന്നാ പറയുന്നത്. അള്ളാഹിന്റെ ഇഷ്ടം കെട്ടും വേണ്ടേ? വേണമെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ഏതൊക്കെയാണെന്ന് നമ്മൾ അന്വേഷിക്കണം, അതറിയണവരോട് ചോദിക്കണം, എന്നിട്ട് അത് നടപ്പിലാക്കും. ഏതൊക്കെയാണ് ഇഷ്ടമില്ലാത്തത് അത് മനസ്സിലാക്കും, എന്നിട്ട് അത് ഒഴിവാക്കും. എന്തിന്? ആ പെണ്ണിന്റെ മഹബത്ത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഇവൻ ഇത് ചെയ്യുന്നത്.
മറ്റത് ചെയ്യാതിരിക്കുന്നു. ഇതാണ് തഖ്വ, പേടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ എന്താണ് പേടി? അള്ളാഹുവിന്റെ മഹബത്ത് നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ഇതാണ് തഖ്വക്ക് പേടി എന്നുള്ളതിന്റെ അർത്ഥം. അല്ലാതെ അള്ളാഹിനെ പേടിക്കലല്ല. അള്ളാഹുവിന്റെ മഹബത്ത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടാകുമ്പോ തെറ്റുകൾ ചെയ്യൂല. നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടാകുമ്പോ വാജിബ് ഒഴിവാക്കൂല. അത് ഇംതിസാലു അവാമിരില്ല. ആ മഹബത്താണ് അള്ളാഹു നോമ്പിലൂടെ അത് നടപ്പാക്കാൻ സർവകർമ്മങ്ങളും. നിസ്കാരം നമ്മുടെ മഹബത്തുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കാനാണ്. സുബഹിക്ക് അർദ്ധരാത്രി ഉറങ്ങിയതാണ്, എത്ര വൈകി ഉറങ്ങിയാലും ഹയ്യാലസ്സലാ. അപ്പൊ അള്ളാഹിനെ ഇട്ടം വെക്കുന്ന, അള്ളാഹുവിന്റെ മഹബത്ത് വേണമെന്ന് നിർബന്ധമുള്ള മനുഷ്യനാണോ എത്ര ആരും എണീക്കും. ഞാൻ വൈകി ഉറങ്ങിയല്ലേ, അതൊന്നും മെഹബൂബത്ത് നോക്കൂല. നിനക്ക് ആ മഹബത്തിന്റെ വലയത്തിൽ വേണോ, എണീറ്റ് കൊള്ളണം. അവൻ എണീക്കും. അങ്ങനെ എണീക്കുന്നുണ്ടോ ഇല്ലേ എന്ന പരീക്ഷണമാണ് സുബഹി ബാങ്ക്. ളുഹറിന്റെ സമയമായി. പുരയിൽ നിന്ന് അല്പം അങ്ങോട്ട് നടന്നു പോകണം പള്ളിയിലേക്ക്. നല്ല വെയിലാണ്. തൽക്കാലം ഇവിടെ നിസ്കരിക്കാം, കാര്യത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിന്റെ മഹബത്തിന്റെ അർത്ഥതലങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഹയ്യാലസ്സലാ. ജിബ്രീലിനെ പറഞ്ഞേച്ച് മഹാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബാങ്ക് പഠിപ്പിച്ചു, ബാങ്ക് കേൾപ്പിച്ചു. അതിൻ്റെ മുമ്പ് പലരും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിലും അതും വഹിയിലൂടെ ലഭിച്ച ബാങ്കാണ്. വിളിക്കണം എൻ്റെ അടിയാറുകളെ, എൻ്റെ അടിമകളെ, ഹയ്യാലസ്സലാ. വിളിക്കാൻ മെഹബൂബ് പറഞ്ഞതാണ്. ആ മെഹബൂബ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കണില്ലേ? എൻ്റെ മഹബത്തില്ല. നീ ഹുബ് വെക്കുന്ന ഒരാൾ ഫോൺ അടിക്കുകയാണെങ്കിൽ എടുക്കുവോ? ഇല്ലേ? ചൂടാൻ നോക്കുവോ? ഇല്ല. അതാണ് ബാങ്ക്. സങ്കല്പിച്ചു കൊള്ളണം. ഇതാണ് മഹബത്തിന്റെ തലങ്ങൾ എന്ന് പറയുന്നത്. ഏത് ഇബാദത്തും അങ്ങനെ ഒരു വിധാനത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമൽ ചെയ്യുന്നതിനൊന്നും യാതൊരു എക്സ്ക്യൂസും ഉണ്ടാവില്ല. അവിടെ അങ്ങനെയല്ല ചോദ്യമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് ഉയരണം. അത് ഉയർത്താനുള്ളതാണ് നോമ്പ്. അതിന്റെ പരിശീലനമാണ് റമദാന്റെ. അത് നമുക്ക് തനിയായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കണില്ലല്ലോ, പിടിച്ചടുത്തുണ്ടായിട്ട് വെള്ളം എടുക്കണമെന്നില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ മഹബത്ത് ഇവിടെയുണ്ട്. പക്ഷെ മറ്റുള്ളവർക്കും കൂടി അതെന്ത് ചെയ്യണം? ബാക്കി 11 മാസക്കാലം അതിന്റെ എഫക്റ്റ് ഉണ്ടാവണം. ആ രൂപത്തിൽ ഈ മാസം അത് നല്ലോണം പരിശീലിക്കണം. സുബ്ഹാനല്ലാഹ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഉദിപ്പകലിൽ ഒക്കെയും നൽ നോമ്പതും പേടിത്ത് ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊളിതിടും സാദത്ത് മരണമാകും എണ്ട് പിണ്ട് ഓതിയൻ ആമാന് മാനിതാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാന് തരിത്തവരോടോതി ഞാൻ മുരിത്തിടാ സൗമാന് തനിയവെന്നോമ്പോടു കൂടെ എന്നെ ഇപ്പെടുത്താനേ. 300 റക്അത്തൊക്കെ ഓരോ രാത്രി നിസ്കരിക്കുക. 300 റക്അത്ത് റമദാനിലൊരു മാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാത്രി അല്ലത്. ജീവിതകാലം മുഴുവൻ രാത്രി 300-ലധികം റക്അത്ത് സുന്നത്ത് ഇങ്ങനെ നിസ്കരിക്കുക. സയ്യിദത്തുനാ നഫീസ ബീവി റളിയല്ലാഹു അൻഹ. ഇത് ഒരാൾ ചരിത്രമല്ല. അള്ളാഹുവിന്റെ മഹബൂബുകളാകുന്ന ഔലിയാക്കളൊക്കെ എങ്ങനെയാണ്? അതെങ്ങനെ 300 റക്അത്ത് എന്നും നിസ്കരിക്കണം? എങ്ങനെയെന്നുള്ള ചോദ്യമില്ല. മഹബത്ത് കൽബിലുണ്ടോ? പിന്നെ എങ്ങനെയെന്നുള്ളതില്ല. 2 ലക്ഷത്തിനൊക്കെയാണ് ഇപ്പം ഫോം വാങ്ങി കൊടുക്കുന്നത്. അതെങ്ങനെയെന്ന് ചോദ്യമുണ്ടോ? ഞാൻ പറഞ്ഞു സുന്നത്താണ് അവിടെ നിന്നാണ് പോകുന്നത്. അത് എണീക്കുമ്പോ തന്നെ ആരും വിളിക്കണം എന്നൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു സുന്നത്ത് ഈ മാസം എൻ്റെ യജമാനനായ എൻ്റെ മെഹബൂബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് എണീക്കുന്നു. വേണ്ടെങ്കിലും എണീക്കന്നെ. ഒരു കാരക്കെങ്കിലും കഴിക്കന്നെ. ഒരു മുറുക്ക് വെള്ളങ്ങളും കുടിക്കന്നെ. അതിൽ വലിയ ബറക്കത്തുണ്ട്. അത് ദുന്യാവിലുണ്ട് ബറക്കത്തത്, ആഖിറത്തിനും ആ ബറക്കത്തുണ്ട്. ദുന്യാവിലെ ബറക്കത്താണ് ഞാൻ പറഞ്ഞത്. ഇതുവരെയായിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കണം നമുക്ക് മോഹം വരുന്നില്ല. അത് അത്താഴത്തിന്റെ ബറക്കത്താണ്. എന്നാൽ ആഖിറത്തിൽ ആ ബറക്കത്ത് നമ്മൾ കാണാനിരിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ ബറക്കത്തുണ്ടാവും. ആരോഗ്യത്തിൽ ആ ബറക്കത്തുണ്ടാവും. കേൾവിയിൽ ആ ബറക്കത്തുണ്ടാവും. അത്താഴത്തിന്റെ കാഴ്ചയിൽ ആ ബറക്കത്തുണ്ടാവും. എല്ലാ രംഗത്തും ആ ബറക്കത്ത് റസൂലുള്ള പറഞ്ഞതാണ്. തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക. ആ ഒരൊറ്റ സുന്നത്ത് മതി നമ്മുടെ ജീവിതം ആകെ മാറ്റിമറിക്കാൻ. ഇതാണ് റമദാൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. അത്താഴം
പാതിരാവിഷ്ണു കഴിഞ്ഞതിന് ശേഷമാണ്, അർദ്ധരാത്രിക്ക് ശേഷമാണ് അതിന്റെ സമയം തുടങ്ങുന്നത്. ഇശാന്റെ ശേഷം തന്നെ കഴിച്ചാൽ അത്താഴാകില്ല. അത്താഴമെന്ന് പറയുന്നത് അർദ്ധരാത്രിക്ക് ശേഷം സുബഹിയുടെ ഫജ്റിന്റെ ഉള്ളിലായിട്ടാണ്. അത് ഏറ്റവും നല്ല, എത്ര കണ്ട് അത്താഴം ബന്ധിക്കുന്നുണ്ടോ അത്ര കണ്ട് സുന്നത്തിന്റെ ശക്തി കൂടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എത്ര കണ്ട് ബന്ധിക്കാൻ കഴിയും അത്ര കണ്ട് ബന്ധിക്കണം അത്താഴം. ബാങ്ക് കൊടുക്കാൻ നിൽക്കണ്ടെന്നേ ഉള്ളൂ. റസൂലുള്ള പറഞ്ഞു, എന്റെ ഉമ്മത്ത് അവർ വലിയ ബറക്കത്തിലാണ്. അത്താഴത്തിനെ പിന്തിക്കുന്ന കാലത്തോളം എന്റെ ഉമ്മത്തിന് വലിയ ബറക്കത്തുന്നുണ്ടെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ബന്ധിച്ചു? നബി തങ്ങൾ അത്താഴം കഴിച്ച് ഖുർആൻ ഓതും. 50 ആയത്ത് ഓതുമ്പോഴേക്ക് ബാങ്കിന്റെ സമയമാണ്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്തിച്ചിരുന്നതിന്. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അത്താഴം കഴിച്ച ഒരു 50 ആയത്ത് ഓതുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കും. അത്രയും വ്യത്യാസം മതി. ഇതല്ലാതെ അങ്ങോട്ട് വേണ്ട. ചിലർ ബാങ്ക് കൊടുത്താലും കയ്യിലെടുത്ത് കഴിക്കാന്ന് പറഞ്ഞ ചില ടീമുകളുണ്ട്. അത് ഈ ഉമ്മത്തിന്റെ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് 50 ആയത്തിന്റെ കേപ്പിട്ട് കൊടുത്തിരുന്നു. പിന്നെ ബാങ്ക് കൊടുത്താൽ എന്ത് ചെയ്യാറില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. അങ്ങനെ ആരോ എഴുതിയത് കണ്ടു, തെറ്റാണത്. അതുപോലെ അത്താഴം പറഞ്ഞപ്പോ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാണ്, നോമ്പ് തുറക്കുന്നത് എത്രയും പെട്ടെന്നാവണം, പിന്തിക്കാൻ പാടില്ല. അത്താഴം എത്രയും പിന്തിക്കാം, എന്നാൽ നോമ്പ് തുറക്കുന്നത്, നോമ്പ് മുറിക്കുന്നത് അത് സമയമായെന്ന് ഉറപ്പായാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൽ കാണാം, കുലു വശ്റബു, നിങ്ങൾ വെള്ളം കുടിച്ചോളൂ, ഭക്ഷണം കഴിച്ചോളൂ. ഫജ്ർ വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അത് നിയ്യത്ത് നിങ്ങൾ എത്ര മുമ്പ് വെച്ചാലും, മഗ്‌രിബിന് നിയ്യത്ത് വെച്ചാലും ഭക്ഷണം ശേഷം കഴിക്കുന്നതിന് വിരോധമില്ല. നിയ്യത്ത് വെച്ചതിന് ശേഷവും ഭക്ഷണം കഴിക്കാൻ അതിനൊന്നും വിരോധമില്ല. പക്ഷെ ഏതുവരെ ഭക്ഷണത്തിന്റെ ലിമിറ്റ് അത് ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. എന്നിട്ട് സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ, നിങ്ങൾ നോമ്പ് ആ വ്രതം പൂർത്തിയാക്കേണ്ടത് രാത്രി വരെയാണ്. രാത്രി എന്ന് പറഞ്ഞാൽ സൂര്യ അസ്തമനത്തോടു കൂടി ലൈലായി, പിന്നെ പിന്തിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ബാങ്ക് കൊടുക്കണമെന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ബാങ്കാണ് ഒരു അടയാളം, അസ്തമിച്ചു, അതുകൊണ്ടാണ് ബാങ്ക് നമ്മൾ പറയുന്നു. ബാങ്ക് കൊടുത്താലും ഇല്ലെങ്കിലും അസ്തമനം ഉറപ്പായോ എന്നാൽ ഉടനെ. അപ്പൊ ബാങ്കാണ്ട് കൊടുക്കണാണല്ലോ നമ്മുടെ നാട്ടിൽ. അതുകൊണ്ടാണ് മുഅദ്ദിൻ അമീൻ ആവണമെന്ന് നിബന്ധന കിതാബിൽ കാണും. മുഅദ്ദിൻ ആവുലായി ആവാൻ പാടില്ല. ബാങ്ക് കൊടുക്കുന്ന ഉസ്താദ് നല്ല വിശ്വസ്തനായ ആളാവണം. അങ്ങനത്തോലെയാണ് മുഅദ്ദിൻ ആക്കേണ്ടതെന്ന. കാരണം ജനങ്ങളുടെ നോമ്പ് തുടങ്ങുന്നതും നോമ്പ് മുറിക്കുന്നതൊക്കെ അവരെ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് കേട്ടാൽ സമയമായിന്ന് ഉറപ്പായിട്ടാണല്ലോ അത്. പിന്നെ പിന്തിക്കണ്ട. അപ്പോ പിന്നെ മറ്റെന്തെങ്കിലും ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും. ചില ഉമ്മാര് പറയും, എൻ്റെ ഒരു ആക്രാന്തം ബാങ്കാണ്ട് കഴിഞ്ഞോട്ടെ എന്ന് പറയും. ഇല്ല, ബാങ്ക് കഴിയാൻ നിൽക്കണ്ട. എന്തിനാ ബാങ്ക് കഴിയാൻ നിൽക്കണം? സമയമായിന്ന് ഉറപ്പായോ പിന്നെ ബാങ്ക് കഴിയാണെന്ന് നിൽക്കണ്ട, കഴിക്കന്നെ. അപ്പോ അതിന്റെ മുന്നേ തന്നെ സാധനമൊക്കെ ഒരുക്കി വെക്കുക, എല്ലാം റെഡിയാക്കി ഇങ്ങോട്ട് മുന്നിലിരിക്കുക. കുട്ടികളെയും കൊണ്ടിട്ട് ഭക്ഷണത്തിന്റെ നോമ്പ് പറ്റതല്ല, ഭക്ഷണത്തില്ല ഇരുന്നോളൂ, ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കൻ. എന്നിട്ട് ചൊല്ലന്നെ ഏത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഒരു 100 വട്ടം ചെല്ലണ കതിർ കണ്ടിരിക്കണം. മഗ്‌രിബിന്റെ സമയത്ത് 100 വട്ടം അത് ചെല്ലിയാലുള്ള പ്രതിഫലം എത്രയാണെന്നറിയോ? അപ്പൊ അത് മക്കളും കൂട്ടിയിട്ട് അതിങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിൽ പള്ളീൻ്റെ അടുത്ത് ഇഫ്താറിൻ്റെ അവിടെ ചെല്ലിട്ട് എങ്ങനെ ഇരിക്കണേ, സാധനം മുന്നിലുണ്ടായിക്കോട്ടെ. അപ്പോഴോ ഈമാനാണത്. നേരത്തെ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കാത്തവർ നല്ല വിശപ്പുണ്ട്, ദാവുണ്ട്, പക്ഷെ അതെന്താ കയ്യെത്തിന് അടുത്തുണ്ടായിട്ട് എന്താ ഇല്ല. അത് അല്ലാഹ് പറഞ്ഞ സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ. നമ്മൾ അള്ളാഹുവിനെ അനുഭവിക്കുകയാണ്. മുമ്പിൽ ഉണ്ടായിട്ട് എൻ്റെ അടിമ തിന്നുന്നില്ല. അള്ളാഹു മലക്കുകളോട് നമ്മെപ്പറ്റി പോരിശ പറയുമെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കൽപ്പനയാണ്, ഓർഡറാണ്. ഓർഡർ തെറ്റിക്കൂല. മുമ്പിലുണ്ട് ഇരിക്കാൻ, ഇങ്ങനെ ചൊല്ലിയിട്ട് ബാങ്ക് കാതോർത്ത് നിൽക്കുകയാണ്. ആ ഈമാൻ, അതിന്റെ സൗന്ദര്യം എത്രയാണ്! എത്ര ഒരു ആസ്വാദനാണത്. അങ്ങനെ ആസ്വദിക്കണം നമ്മൾ അല്ലാഹുവിനെ. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാ, നോമ്പ് എന്നാലോ ചിലവര് 5 മിനിറ്റ് നേരത്തെ കൊടുക്കും. അത് ശ്രദ്ധിക്കണം, അത് പറ്റില്ല. നോമ്പ് സമയം എന്ത് ചെയ്യണം? അതിമ്മു സിയാമയിലല്ലേ. അതേസമയം ഞാൻ ഒരാഴ്ച മുന്നാണ് പുറത്തു പോയി വന്നത്. കുറച്ച് ദൂരം പോയിരുന്നു.
അപ്പം എന്നോട് ഒരാൾ മസല വെച്ചു, ഉസ്താദെ 18 മണിക്കൂറൊക്കെ 16 മണിക്കൂറൊക്കെ പകലുണ്ട്, ഞങ്ങളിപ്പോൾ നോമ്പ് എന്താ ചെയ്യേണ്ടത്? 16 മണിക്കൂർ 18 മണിക്കൂർ ഇങ്ങോട്ട് ബാക്കി രാത്രി എത്ര ഉള്ളത് ചോദിച്ചു. ബാക്കി 24 ബാക്കി രാത്രിയാണ് പറഞ്ഞു. ആകെ 24 ആവും പകലും കൂടി 24 തന്നെ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്തു, ചില ടൈമിൽ രാത്രി കൂടുന്നു, അല്ല പകൽ കൂടുന്നാണ്. ഓക്കെ, എന്നാലും എന്ത് ചെയ്യണം? ആ 18 മണിക്കൂർ ആവുമ്പോഴേ രാത്രി ആവുമെങ്കിൽ സുമ്മാ അത്തിമുൽ സിയാമയിലല്ലേ എന്നല്ല അല്ല പറഞ്ഞത്. അപ്പോൾ ആ 18 മണിക്കൂർ മുമ്പ് പറ്റുള്ളൂ. ചിലവർക്ക് 20 മണിക്കൂറുണ്ട്, 2 മണിക്കൂർ 4 മണിക്കൂറേ രാത്രി ഉള്ളെങ്കിൽ 20 മണിക്കൂർ പറ്റുള്ളൂ. അല്ല, ചില സ്ഥലങ്ങളിൽ 6 മാസം ഉണ്ടാവും. 6 മാസം അപ്പം 24 മണിക്കൂറല്ല, 24 മണിക്കൂറേ രാവും പകലുള്ളൂ. അതങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം എത്ര ആയാലും ആ പകൽ മുഴുവൻ നോമ്പ് പറ്റണം. അത് ചിലർക്ക് 2 മണിക്കൂറേ പകലുള്ളൂ എന്നൊക്കെ ഉൽക്കാവ് മതി. പിന്നെ അസ്തമനാണ്, ബാക്കി 18 20 മണിക്കൂർ രാത്രിയാണെങ്കിലോ മതി, അത്ര മതി. എന്നാ പിന്നെ അങ്ങനത്തെ വലിയ രാജ്യത്തും പോയി ഇരിക്കാന്നില്ലേ? അത് ഓരോരുത്തർക്ക് അള്ളാഹു കൊടുക്കുന്ന നസീബാണ്. അങ്ങനത്തെ അതത്രേ ഉള്ളൂ. അതേസമയം 24 അധികമുണ്ട് രാവും പകലും എന്നുള്ള ചില സ്ഥലങ്ങളിൽ എന്തുണ്ടാവും? നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്ന് ഭൂമി തെറ്റി നിൽക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്കറിയാലോ. അപ്പൊ 6 മാസമോ 4 മാസമോ ഒക്കെ രാത്രി ഉണ്ടാവും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖ്ദുറൂല, തൊട്ടടുത്ത പ്രദേശത്ത് എങ്ങനെയാണോ രാവും പകലുള്ളത് അതുപോലെ കണക്കാക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം? അങ്ങനെയാണ് അതിന്റെ പ്രശ്നം. അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യം ഇങ്ങനെ നോക്കിയിട്ട് കണക്ക് കൂട്ടിയിട്ട്, അപ്പം ചിലപ്പോ ഈ 6 മാസത്തിൽ കുറെ നോമ്പും ഇതും വരും, അത്രേ ഉണ്ടാവുള്ളൂ. അവിടെ രക്ഷപ്പെടും. അല്ലാത്ത സ്ഥലത്ത് നേരെ ചെയ്യണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് സമയം കടന്ന സുമ്മ അത്തിമ്മു സിയാമ ഇലൽ ലൈൽ.